ആ ചഞ്ചലമായ മനസ്സ് ഇത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങിയാൽ അത് അപകടകരമായി മാറും. അവളുടെ മനസ്സിന് ശക്തി കൂടും തോറും, മനസ്സിന് ശക്തി ഉണ്ടാകുമ്പോൾ അതിന് നശീകരണ ശക്തിയും കൂടില്ലേ. സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാതിരുന്നതിൻ്റെ കാരണം എന്നാ ഗുരുജി? കാരണം ഊർജം, സ്ത്രീ സ്വയം ഊർജമാണ്. അവക്ക് മാനസിക ചേഞ്ചസ് ഉണ്ടാകുന്ന എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. സ്ത്രീണാഞ്ച ചിത്തം, സ്ത്രീയുടെ ചിത്തത്തിന് മാറ്റം ഉണ്ടാകുന്ന പെട്ടെന്ന് സ്പീഡിലാണ്. കണ്ടില്ലേ, കാറൊക്കെ ഓടിച്ചാൽ നല്ല സന്തോഷമായിരിക്കും. അപ്പോഴാണ് ഫോൺ വന്നത്, ബ്രേക്കപ്പായി, ഭും, ഒറ്റ തിരിയ, ആരെ തട്ടിയെന്നറിഞ്ഞൂടാ. പെട്ടെന്ന് സ്ത്രീയുടെ മനസ്സ് മാറും. ഞാൻ ഇന്ന് കാലത്തെ സ്ത്രീകളെ പറ്റിയല്ല പറയുന്നത്, കാരണം ഇന്ന് മിക്കവാറും പുരുഷന്മാരാണല്ലോ. പൊതുവിൽ സ്ത്രീ മനസ്സിനെ പറ്റിയാണ് പറയുന്നത്. ആ സ്ത്രീ മനസ്സുകൾക്ക് അങ്ങനെ ഉണ്ടാകുന്ന ചാഞ്ചല്യം ഈ പറഞ്ഞ തന്ത്രമണ്ഡലത്തിൽ കിടക്കുമ്പോൾ അതിൻ്റെ ചാഞ്ചല്യം വർദ്ധിക്കാം. ആ ചഞ്ചലമായ മനസ്സ് ഇത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങിയാൽ അത് അപകടകരമായി മാറും. അവളുടെ മനസ്സിന് ശക്തി കൂടും തോറും, മനസ്സിന് ശക്തി ഉണ്ടാകുമ്പോൾ അതിന് നശീകരണ ശക്തിയും കൂടില്ലേ. ഇപ്പോൾ സ്ത്രീ മനസ്സ് ആയിരിക്കുന്ന മനസ്സെല്ലാം സ്ത്രീ തന്നെ, പുരുഷ മനസ്സെന്ന് പറഞ്ഞ സാധനമില്ല, എല്ലാ സ്ത്രീകൾ തന്നെ. എങ്കിലും ഞാൻ പറയുന്നത് സ്ത്രീ ആയിട്ടുള്ള മനസ്സിനെ പറ്റി, കംപ്ലീറ്റ് എക്സ്, വൈ ഇല്ലാത്ത എക്സ് ആയിരിക്കുന്ന ആ മനസ്സ് വളരെ പെട്ടെന്നില്ലേ കാമക്രോധലോപമോഹങ്ങളിലേക്കൊക്കെ വശപ്പെട്ടു പോണത്. അത് വലിയ അപകടം സമൂഹത്തിലുണ്ടാക്കില്ലേ. ശക്തയായ സ്ത്രീയെ വീണ്ടും ശക്തമാക്കണോ? ഓൾറെഡി ബലിഷ്ഠനായ ഒരുത്തൻ്റെ കയ്യിൽ ആറ്റം ബോംബോടെ കൊടുത്ത പോലായി. അതുകൊണ്ടായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്തരം. ഇപ്പോൾ സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട്, സ്ത്രീ സ്വഭാവമുള്ള സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടാണോ ഇപ്പോൾ പ്രവേശനം കൊടുക്കുന്നത്? ഇപ്പോൾ എല്ലാ അജ്ഞാനമല്ലേ. ക്ഷേത്രങ്ങൾ കൊണ്ടൊക്കെ എന്ത് പ്രയോജനം മനുഷ്യന് അധ്യാത്മമണ്ഡലത്തിന് ഉപയോഗപ്പെടുന്നുണ്ടോ? ക്ഷേത്രങ്ങൾക്ക് ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളായിട്ടല്ലേ നടത്തുന്നത്. രാവിലെ എഴുന്നേറ്റ് ലൗഡ് സ്പീക്കറൊക്കെ വെച്ച് മനുഷ്യൻ്റെ ശാന്തിയും കെടുത്തി, ഈ ബഹളങ്ങൾ, ഉത്സവങ്ങൾ എന്ന് പറഞ്ഞ ഉള്ള വെടിക്കെട്ടും നടത്തി, മൃഗങ്ങളെ ഇട്ട് പീഡിപ്പിച്ച്, മനുഷ്യനെയും പീഡിപ്പിച്ചൊക്കെ നടത്തുന്ന ഇതൊക്കെ അധ്യാത്മമണ്ഡലമായിട്ട് വല്ല ബന്ധമുണ്ടോ? ആചാരവും അനുഷ്ഠാനവും ഒക്കെ നടന്നോട്ടെ, വിരോധമൊന്നും ഞാൻ പറയണില്ല. പക്ഷെ അധ്യാത്മം ഒന്ന് വിളിക്കാൻ ഉതകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നെന്താണ് നടക്കുന്നതെന്നൊക്കെ അഭിപ്രായം പറയാനുള്ള കഴിവൊന്നും എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. ഇതുമായിട്ട് സമരസപ്പെട്ടു പോകാനല്ല ഇന്നത്തെ സ്ഥിതി നമുക്കും സാധിക്കണില്ല. പക്ഷെ നമുക്കിതിലേക്ക് പോകാതിരിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അതുകൊണ്ട് നമ്മൾ ഇതിനൊക്കെ മാറി നിൽക്കുന്നു. ഗുരുജി, ഈ ക്ഷേത്രങ്ങളിലൊരു മെയിൻ പ്രതിഷ്ഠയും അതിന് ചുറ്റും വേറെ കുറേ പ്രതിഷ്ഠകൾ കാണാറുണ്ട്. അതിൻ്റെ ഒരു കാര്യം എന്താണ്? ഇപ്പം രാജാവിനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, വേലക്കാരൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും, രാജാവിന് പറ്റിയല്ല. എന്താ കാരണം? ഇതെല്ലാം കൂടെ രാജാവിനെ കൊണ്ട് കഴിയുമോ? പുള്ളിക്ക് ഭരിക്കണം, വേണ്ടേ? അപ്പോൾ പുള്ളിക്ക് അസിസ്റ്റൻസിനെ വേണ്ടേ? അപ്പോൾ അതിനുവേണ്ടി മനുഷ്യൻ്റെ സങ്കല്പമല്ലേ ഇതല്ല. അപ്പോൾ പ്രധാന ദേവത, അതിനൊരു ഉപദേവത, അതിൻ്റെ ഇപ്പുറം നാഗദേവത. മനുഷ്യൻ അവനെപ്പോലല്ലേ ഈശ്വരനെ കാണുന്നത്. ഏകദൈവതാ സിദ്ധാന്തം മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതുപോലെ ബഹുദേവതകളെ ആരാധിക്കുന്ന സമ്പ്രദായമൊന്നും ഇവിടെ ഇല്ല. ഈ ഊട്ടുപരകളും ഈ ക്ഷേത്രാനുബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ഇതൊന്നും പാരമ്പര്യമോ പ്രാചീനമൊന്നും അല്ല, പുതിയ കാലത്ത് തുടങ്ങി വെച്ച സമ്പ്രദായങ്ങളാണിത്. നമ്മളവിടെ കുളിച്ചീറിനെടുത്ത് ക്ഷേത്രത്തിൽ പോയി ആ ദേവത ദർശിച്ചു, ദേവതയുടെ വാഹനം ആ ദേവതയായിട്ട് ബന്ധപ്പെട്ടു, അതുമായിട്ട് ബന്ധപ്പെട്ട് ഏകാഗ്രതയായി ദേവതയെ നമസ്കരിക്കുന്നു. അതായത് നിന്നിരിക്കുന്നു, എന്നിരിക്കുന്നു, ഒരേ തത്വം, എന്നിൽ തത്വം നീതിയും നിന്നിലെ തത്വം ഞാനും എന്നുള്ള ഏകതാ ഭാവത്തോടു കൂടി ആ ദേവതയുടെ മൂലമന്ത്രം ജപിച്ച് നടന്നു, തിരിച്ചു വന്നു, അവനവൻ്റെ ജോലികളിൽ വ്യാപൃതരാകുന്നു. ആ ദേവതയും ധരിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഗ്രാമ്യ ദേവതകളൊക്കെ ഉള്ളത്. പിൽക്കാലത്ത് വന്നപ്പോഴോ ഉപദേവതയ്ക്ക് ഒരു ഉപദേവതയെ വെച്ചു. അപ്പോൾ അവിടെയും ഭണ്ഡാരപ്പെട്ടി വെക്കാമല്ലോ. അതുപോലെ വന്നപ്പോൾ അപ്പുറം ഒരെണ്ണം വെച്ചു, അവിടെ ഒരെണ്ണം ആവാം. അങ്ങനെ എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഈറനൊടുക്കുന്നതിന് ആയുർവേദ നോക്കൂ, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ക്ഷേത്രങ്ങളും ക്ഷേത്രാരാധനയും എല്ലാം ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട താന്ത്രികമാണ്. തന്ത്രം എന്ന് വെച്ചാൽ ആയുർവേദത്തെ തന്ത്രശാസ്ത്രം എന്ന് പറയും. തന്ത്രശാസ്ത്രം അതിൻ്റെ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാരണം
രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഈറനുടുത്ത് ക്ഷേത്രത്തിൽ പോയിട്ട് വന്നുമ്പോൾ നല്ല ജഠരാഗ്നി വർദ്ധിക്കും, ശരീരത്തിൽ നല്ല വിശപ്പുണ്ടാവും, ദഹന പ്രക്രിയകൾ, അകത്തുള്ള സകല സാധനങ്ങളും എക്സ്ക്രീഷൻ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് നടക്കും. അതായത് ശരീരത്തിലുള്ള മലങ്ങളൊക്കെ നിർഹരിക്കപ്പെടും, മനസ്സിന് പ്രസന്നത ഉണ്ടാവും, ജഠരാഗ്നി വർദ്ധിക്കും. ജഠരാഗ്നിയെ ശിവനെന്ന് വിളിക്കും. ജഠരാഗ്നി വെച്ചാൽ എന്താ? ഡൈജസ്റ്റീവ് ഫയർ. നല്ല ദഹനശക്തി ഉണ്ടാവും, ശരീരത്തിന് നല്ല ബലം ഉണ്ടാവില്ലേ. മന്ത്രശക്തി കൊണ്ട് മനസ്സിനും ഒരു ഏക തലങ്ങളിൽ പ്രസരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് എങ്ങനെ സ്പന്ദിച്ചുകൊണ്ടിരിക്കും. എന്തൊരു തെളിച്ചുമായിരിക്കും മനസ്സിനും ശരീരത്തിനുമൊക്കെ. ആ ഉന്മേഷമായ ഭാവത്തിൽ വരാൻ വേണ്ടി അതിൻ്റെ കൂടെ സംയോജിപ്പിച്ചതാണ് ഈറനെടുത്ത് കുളിച്ച് ചെയ്യണമെന്നുള്ളത്. കുളി കഴിഞ്ഞാൽ വിശപ്പുണ്ടാവില്ലേ? നമ്മൾ ഈ കാണുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്കെല്ലാം ലോജിക്കുണ്ട്, പക്ഷെ അത് ഹയർ ലോജിക്കാണ്. ഇതെല്ലാം മനുഷ്യന് വേണ്ടിയല്ലേ, അല്ല ദേവതകളെ പ്രസന്നപ്പെടുത്താനാണോ നമ്മുടെ ജീവിതം? ഈശ്വരന്മാരെ പ്രസാദപ്പെടുത്താൻ ഈശ്വരനെ നമ്മുടെ മന്ത്രവും ജപവും ഒക്കെ കേട്ട് സന്തോഷിക്കാൻ കുത്തിയിരിക്കണോ? നമ്മൾ ജപിച്ചില്ലേ ഈശ്വരന് സമാനം നഷ്ടപ്പെട്ടു പോവോ? ഈശ്വരനെ പ്രസാദിപ്പിക്കാൻ എന്തോ ഈശ്വരൻ ദുഃഖിച്ച് കുഴിയിലെ കാല് നീട്ടിയിരിക്കുകയാണോ? എന്താ ഇതൊക്കെ? നമുക്ക് പ്രസാദം ഉണ്ടാവണോ വേണ്ടയോ? നമുക്ക് സന്തോഷം ഉണ്ടാവണോ വേണ്ടയോ? എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ! ഇതിനെ ത്യജിച്ചേ പറ്റൂ. ഇതെല്ലാം ആത്മബോധത്തെ കരുതിയാന്ന് വേദങ്ങളും ഉപനിഷത്തുകളും വീണ്ടും വീണ്ടും ഉദ്ഘോഷിക്കുമ്പോഴും നമുക്കതിൽ വിശ്വാസമില്ല. ഉത്തിഷ്ഠത ജാഗ്രത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉണരെഴുന്നേക്ക്, പ്രാപ്യവരാൻ നിബോധത. ആ ബോധസത്യത്തിന് ചേരുന്നവരെ നീ വിശ്രമിക്കരുത്, നിരന്തരമായിട്ട് നീ ചരിക്ക്, അതിലെത്തിച്ചേര്, നീ ഉണര്. അതല്ലേ വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്നത്. ഇതോ ഉറങ്ങാൻ നോക്കുക, വീണ്ടും വീണ്ടും ഉറങ്ങാൻ. ഒരു ദേവത കഴിഞ്ഞല്ല ആ ദേവത, ഈ പ്രശ്നം കഴിഞ്ഞാൽ ആ ചുമ്മാ അതെങ്ങനെയാണ് ഈ കുലം മുടിഞ്ഞു പോകാതിരിക്കുന്നത്? നിങ്ങളുടെ ഇത്ര അന്ധവിശ്വാസമൊക്കെ വലിച്ചെറിഞ്ഞ് തൂട്ടിക്കളാ. ഒരു രൂപത്തെ പിടി, അത് ഏതെങ്കിലും ആവട്ടെ, ഗണപതി ആവട്ടെ, ശിവനാവട്ടെ, വിഷ്ണു ആവട്ടെ, ദേവി ആവട്ടെ, ഇതൊന്നുമില്ല, അള്ളാഹു ആവട്ടെ, രൂപമില്ലല്ലോ, അത് നല്ലത്. അല്ലേ സ്വർഗസ്നാ പിതാവാട്ടെ, എന്ത് വേണേ ആയിക്കോട്ടെ, എന്താ കുഴപ്പം? ആചാരാനുഷ്ഠാനങ്ങൾ വഴി പോ, അല്ലെ ജ്ഞാനമാർഗത്തിൽ കൂടെ പോ, ഇതൊന്നുമില്ല. അതിനോട് കേവല പ്രേമം, ഭക്തി, അത് ഏറ്റവും ഉത്തമം, ശ്രേഷ്ഠം. ആ വഴി പോ. മനസ്സിനെ ഏകാഗ്രമാക്ക്, മനസ്സ് പ്രസന്നമാവട്ടെ, ജീവിതം ആനന്ദപൂർണ്ണമാവട്ടെ. അല്ലാതെ എന്ത് പ്രയോജനം? അല്ലാത്ത അതിന് പ്രസക്തമല്ലാത്തൊക്കെ വലിച്ചെറിയും, അതിനെയൊക്കെ ത്യജിക്കുക. ഇതല്ലേ ത്യാഗം? അല്ലാതെ ഈ ഒട്ടിപ്പിടുത്തത്തിനെയൊക്കെ ത്യജിക്കുന്ന യഥാർത്ഥ ത്യാഗം. ആ ത്യാഗിയായാൽ നീ സന്യാസിയായി. അല്ലാതെ കാഷായം കൊടുക്കണമെന്നോ കാട്ടിപ്പോണമെന്നോ പേര് മാറ്റണമെന്നോ ഒന്നുമല്ല. നിനക്ക് ത്യാഗി ചെയ്യാവുന്നത് നിൻ്റെ അഹങ്കാരത്തെ മാത്രമാണ്, നിൻ്റെ ഈ അറിവില്ലായ്മ മാത്രമാണ്. ഈ അജ്ഞാനത്തെ ത്യജിക്കുക, ആത്മബോധത്തെ ഉണർത്തുക, അത്രേ ഉള്ളൂ. ഇതാധ്യാത്മൻ്റെ ഉദ്ദേശം. അല്ലാത്തൊക്കെ കാലക്രമത്തിൽ മാറേണ്ടതാണ്, മാറ്റപ്പെടേണ്ടതാണ്. അതിൻ്റെ പെരുമ്പറ ആണല്ലോ മുഴങ്ങുന്നത്. ഇപ്പോൾ ആർക്കും വിശ്വാസം തന്നെ ഇല്ലാണ്ടായില്ലേ? സാരമില്ല, ആ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല അനുഭവിക്കുന്നത്. സാരമില്ല, കാലം എല്ലാത്തിനെയും വിഴുങ്ങും. മഹാകാൽ. അല്ലാതെ ഒരു മതവും ജാതിയും ഒരു ധർമ്മവും ഒരു വർണ്ണവും ആരും രക്ഷിക്കാൻ പോണില്ല, ഒരു സംഘടന ആരും രക്ഷിക്കാൻ പോണില്ല. എല്ലാം ഇവിടെ ഒടുങ്ങിത്തീരും. സത്യത്തെ മാത്രം അഭയം പ്രാപിക്കുക, സത്യം മാത്രമേ ഉള്ളൂ രക്ഷിക്കാൻ. സത്യം സദാ ഉള്ളതാണ്, അതിനെ ആശ്ലേഷിക്കുക, മനസ്സിനെ അതിലേക്ക് ഏകാഗ്രപ്പെടുത്തുക. പതിയെ മനസ്സിലയിച്ചില്ല, സത്യസ്വരൂപമായി തീരും. സത്യം വദ ധർമ്മം ചര സാധ്യായാത് മഹാപ്രവദ. റാം ആനന്ദം.